നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. തെന്നിന്ത്യയിൽ ഏറെ ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ് ധനുഷ്. തമിഴിൽ മാത്രമല്ല ബോളിവുഡിലും ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ധനുഷിന്. മാത്രമല്ല ഹോളിവുഡിലും താരം തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. ഇടയ്ക്ക് വെച്ച് ധനുഷിന്റെ വ്യക്തി ജീവിതവും വാർത്തകളിൽ പെട്ടിരുന്നു. ഐശ്വര്യയുമായുള്ള വിവാഹമോചന വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പ്രണയിച്ച് വിവാഹിതരായവരാണ് ധനുഷും ഐശ്വര്യയും. തുള്ളുവാദോ ഇളമേ എന്ന ചിത്രത്തിലാണ് ധനുഷ് ആദ്യമായി അഭിനയിക്കുന്നത്. തുടർന്ന് കാതൽ കൊണ്ടേൻ എന്ന ചിത്രത്തിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ ചിത്രത്തിന്റെ റിലീസ് ദിവസമാണ് ആദ്യമായി ഐശ്വര്യ രജനീകാന്തിനെ ആദ്യമായി കണ്ടതെന്നും മുമ്പ് ഒരു അഭിമുഖത്തിൽ ധനുഷ് പറഞ്ഞിരുന്നു. അന്നു മുതലുള്ള സൗഹൃദം വളർന്ന് പ്രണയമായതോടെയാണ് വിവാഹത്തിലേക്ക് ഇരുവരും കടന്നത്. എന്നാൽ ധനുഷിന് വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഐശ്വര്യ നടൻ ചിമ്പുവുമായി പ്രണയത്തിലായിരുന്നെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ചിമ്പുവിനെ ഐശ്വര്യ വിവാഹത്തിന് മുമ്പായി ഒഴിവാക്കുകയാണെന്നും വാർത്തകളുണ്ടായിരുന്നു. തുടർന്ന് 2004 വിവാഹിതരായ ധനുഷും ഐശ്വര്യയും 20 വർഷത്തോളം നീണ്ട തങ്ങളുടെ വൈവാഹിക ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. 2 വർഷം മുമ്പ് തന്നെ ഇരുവരും സെപ്പറേറ്റഡ് ആവുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നത്. മക്കളുടെ കാര്യങ്ങളിൽ ഒരുമിച്ച് ഉണ്ടാകുമെന്നും എന്നാൽ ഇരുവരും വേർപെട്ടായിരിക്കും മുന്നോട്ടുള്ള ജീവിതമെന്നുമാണ് അവർ അറിയിച്ചത്. ഇതിനിടെ ധനുഷിന്റെയും ഐശ്വര്യയുടെയും ദാമ്പത്യ ജീവിതത്തിനിടയിൽ വിള്ളൽ ഉണ്ടാവാനുള്ള പല കാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. ധനുഷിന് ഒപ്പം അഭിനയിച്ച നടിമാരുമായി ഉണ്ടായിരുന്ന ബന്ധമാണ് ഇതിലേക്ക് നയിച്ചതെന്നും അതല്ല ഐശ്വര്യയ്ക്ക് ഉണ്ടായിരുന്ന ബന്ധമാണ് കാരണം എന്നുമെല്ലാം റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 3 സിനിമ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ശ്രുതിഹാസനുമായി ധനുഷ് പ്രണയത്തിലായെന്നാണ് തുടക്കം മുതൽ വന്നിരുന്നത്. 3 സംവിധാനം ചെയ്തത് ഐശ്വര്യ രജനീകാന്ത് തന്നെയായിരുന്നു. ഇരുവരുടെയും ഡിവോഴ്സ് പ്രഖ്യാപനം വലിയ രീതിയിൽ തന്നെ തെന്നിന്ത്യ സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരുന്നു. പ്രേക്ഷകരെ മാത്രമല്ല സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ വരെ ഞെട്ടിച്ചിരുന്നു. ഇവർ തമ്മിൽ വീണ്ടും ഒരു ഒത്തുചേരുന്നതിനായി രജനീകാന്ത് തന്നെ ഇടപെട്ട് സംസാരിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കസ്തൂരി രാജ തന്നെ നേരിട്ട് ഇടപെട്ടെങ്കിലും മകന്റെ മനസ്സ് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇരുവരും വേർപിടുകയാണെന്ന് അറിയിച്ചു 2 വർഷത്തിന് ശേഷമാണ് ഔദ്യോഗികമായി കോടതി വഴി വിവാഹബന്ധം വേർപെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ഇതിനിടെ ഐശ്വര്യ വീണ്ടും വിവാഹിതയാണെന്ന വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. അത് മാത്രമല്ല ഇപ്പോഴിതാ പുറത്തു വരുന്നത് ധനുഷും വിവാഹിതയാകുകയാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ്. അതേസമയം തന്നെ കസ്തൂരി രാജ ധനുഷിനെ കൊണ്ട് 2ാമതും വിവാഹം ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ധനുഷ് തനിക്ക് ഇനി സിനിമയിൽ നിന്നും ഒരു പെൺകുട്ടിയെ വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ അദ്ദേഹം തന്നെ തനിക്ക് വേണ്ട പെൺകുട്ടിയെ തിരയുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. അതേസമയം അടുത്തിടെ ഗായിക സുചിത്ര ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഐശ്വര്യയും ധനുഷും വിവാഹ ബന്ധത്തിലായിരിക്കെ തന്നെ പരസ്പരം പറ്റിക്കുകയായിരുന്നുവെന്നും ഇരുവർക്കും വേറെ വിവാഹബന്ധം ഉണ്ടായിരുന്നുവെന്നുമാണ് സുചിത്ര പറഞ്ഞത്.